പുതിയ കാലത്തിന്റെ ഡയറിയാണ് ബ്ലോഗുകൾ. നമ്മളെക്കുറിച്ച് പറയുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുമുള്ള ഒരു സൈബർ സ്ഥലം. തേൻതുള്ളി എന്ന പേരിൽ സ്വന്തമായൊരു ബ്ലോഗുണ്ട് നിർമ്മല ഹൈസ്കൂളിന്. നമുക്ക് സ്വാഗതം ചെയ്യാം വയനാട് ജില്ലയിലെ നിർമ്മല ഹൈസ്കൂൾ കബനിഗിരിയെ ഈ വേദിയിലേക്ക്. നിർമ്മല ഹൈസ്കൂളിലെത്തിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചയിലേക്ക്. നമസ്കാരം. പരപ്പനങ്ങാടി എന്ന പഴയ പേരിൽ നിന്നും കബനിഗിരി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ഇവിടുത്തെ കുടിയേറ്റ കർഷകരുടെ ആഗ്രഹ സഫലീകരണം എന്നോണം 1982 ജൂൺ 1 തീയതിയാണ് നിർമ്മല ഹൈസ്കൂൾ നിലവിൽ വന്നത്. കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. മന്ത്രി രാജിവെച്ചതിനെ തുടർന്ന് ടെലികോം മന്ത്രാലയത്തിന്റെ ചുമതല മാനവ വിഭാഗശേഷി മന്ത്രി കപിൽ സിബലിന് നൽകി. നിങ്ങൾക്ക് സ്വാഗതം നിർമ്മല ഹൈസ്കൂളിലേക്ക്. വരൂ, നമ്മുടെ കൂട്ടുകാർ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സർ, നിർമ്മല ഹൈസ്കൂളിലെ മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? തുടക്കം മുതൽ ഇന്ന് വരെ, ഈ കഴിഞ്ഞ ബാച്ച് വരെ ഏറ്റവും മികച്ച വിജയം തകരാതെ ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ പഠനത്തിലെ മികവ്. പഠന അനുബന്ധ പ്രവർത്തനങ്ങളായി സ്കൂളിൽ നടക്കുന്ന തിരക്കഥ നിർമ്മാണം, സിനിമ, ഷോർട്ട് ഫിലിം, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ അകമൊഴിഞ്ഞ സഹായം, ഇതൊക്കെ ഞങ്ങളുടെ സ്കൂളിൻ്റെ എക്കാലത്തെയും മികച്ച അനുഭവങ്ങളാണ്. അടുത്തതായി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. ക്ലാസ്സിൽ കുട്ടികളുണ്ടോ? ആദിവാസികളായ കുട്ടികളുണ്ടോ? ഉണ്ട്. എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികൾ. എന്താണ് അവരുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് അമലയ്ക്ക് സ്വീകരിക്കണം തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതോ നമ്മുടെ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണോ തോന്നിയിട്ടുള്ളത്? എനിക്ക് നമ്മുടെ കാര്യം പഠിപ്പിച്ചു കൊടുക്കണമെന്നുണ്ട്. അതേപോലെ അവരിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റിയ ഒരു കാര്യം, അവർ കൂടുതൽ പഠനത്തിലല്ല, അവരുടെ കൂടുതൽ മനസ്സും കാര്യങ്ങളൊക്കെ കായികത്തിലാണ് കൂടുതൽ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. അവർ പഠനത്തിനേക്കാൾ ഉപരി കായിക രംഗത്തിൽ കൂടുതൽ അവരുടെ ഒരു ഫിസിക്കൽ അതങ്ങനെയാണ് അവരുടെ ഒരു പഠനം എന്നൊരു കോൺസെപ്റ്റിന് വ്യത്യാസം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന പഠനം, അവർക്കിടയിൽ നിലനിൽക്കുന്ന പഠനം രണ്ടും രണ്ടാണ്, അല്ലെങ്കിൽ ഒന്ന് തന്നെയാണ്, 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നു എന്നാണെന്ന് തോന്നിയിട്ടുണ്ടോ? അവരുടേതായ രീതിയിൽ അവരെ മനസ്സിലാക്കാൻ ആണ് അവർക്കിഷ്ടം. അവർ നമ്മുടെ രീതി പിന്തുടരണം എന്നില്ല. അവരോടുമായിട്ട് നമ്മൾ അവരുടെ രീതിയുമായിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കണം. എങ്കിൽ മാത്രമാണ് ഒരു എങ്ങനെ നമ്മുടെ രീതിയിൽ അവരുടെ രീതിയിൽ പോകാനാണ് അവർക്കിഷ്ടം. ആ പഠന രീതി കൈക്കൊള്ളാനാണ് അവർക്കിഷ്ടം. അപ്പം നമ്മുടെ രീതി ഇവരുടെ രീതി നമ്മൾ അവരുടെ രീതിയോട് ചേർന്ന് വേണം അവരെ പഠിപ്പിച്ചെങ്കിൽ മാത്രം അവർക്കൊരു മൊത്തം മനസ്സിലായി. വളരെ അധികം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഒരു സ്കൂളിൽ സാങ്കേതിക മികവ് ചെയ്യാവോ അതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കറിയേണ്ടത്, ഇങ്ങനെ കുറച്ച് ജപ്പാനിൽ പോയ മിടുക്കിയും വെബ്സൈറ്റിനെ പറ്റി സംസാരിച്ച മിടുക്കന്മാരും അല്ലാതെ എത്രയധികം കുട്ടികളെ ഇതിനകത്ത് പങ്കാളിയാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്? എല്ലാ കുട്ടികളും പങ്കെടുത്തു എന്ന് പറയാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. കാരണം ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും മെയിൽ ID ഉണ്ട്, എല്ലാ കുട്ടികൾക്കും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുക എല്ലാവരും തന്നെ എല്ലാ കാര്യങ്ങൾക്കും കൂടുതൽ ഇൻവോൾവ് ആണ്. ഈ മെയിൽ ID ഉള്ള കുട്ടികൾ മെയിൽ എപ്പോഴാണ് നോക്കുന്നത്? അതിനുള്ള സൗകര്യം സ്കൂളിലുണ്ട്? എല്ലാ ക്ലാസ്സുകാർക്കും മെയിൽ ID നോക്കാനുള്ള ഒരു സമയമോ സംവിധാനമോ നിങ്ങൾക്ക് സ്കൂളിലുണ്ടോ? തീർച്ചയായും. ഞങ്ങൾ വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ കുട്ടികൾക്ക് അതിന് സമയം കൊടുക്കാറുണ്ട്. പിന്നെ അങ്ങനെ ഓരോ ദിവസവും ഓരോ ക്ലാസ്സുകൾക്ക് കൊടുക്കുന്നുണ്ട് സമയം. അപ്പോൾ എല്ലാവർക്കും എത്ര കമ്പ്യൂട്ടർ ഉണ്ട് നിങ്ങളുടെ സ്കൂളിൽ? 18 സിസ്റ്റമാണുള്ളത്. 18 സിസ്റ്റം കൊണ്ട് എല്ലാ കുട്ടികൾക്കും വിഭജിച്ച് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും. ഞങ്ങൾക്ക് പീരീഡ് ഉള്ളത് 2 പീരീഡ് അടുപ്പിച്ചാണുള്ളത്. അപ്പോൾ ഒരു പീരീഡ് ബോയ്സിനാണെങ്കിൽ ഒരു പീരീഡ് ഗേൾസിനായിരിക്കും. അപ്പം എല്ലാ കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അവസരമുണ്ട്. കബനി നദി ചുവന്നപ്പോൾ എന്നുള്ള എന്താണ് അത് സാധനം? സിനിമയാണ്. ആരാണത് ചെയ്തത്?
ബക്കർ സംവിധാനം ചെയ്തത്. ബക്കർ ഏത് ബക്കർ? ബക്കർ. എന്താണ്? ടി അല്ല കേട്ടോ, PA ബക്കറാണ്. പിന്നെ ഞങ്ങൾ ഈ എല്ലാവരും കൂടിയിട്ട് അങ്ങ് വരുന്നുണ്ട് നിങ്ങളുടെ സ്കൂളിലേക്ക്. അപ്പോൾ വരുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വരാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് നിങ്ങൾ അവിടെ ആദിവാസി മൂപ്പൻ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ഞങ്ങളുടെ ജൂറി മൂപ്പൻ മേനോൻ സാറാണ് ആദ്യം വരുന്നത്. അപ്പോൾ അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അദ്ദേഹം ഒരു സാമൂഹ്യ നിരീക്ഷകനാണ്, വിദ്യാഭ്യാസ വിദഗ്ധനാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹം അവിടെ വന്നാൽ ഞങ്ങളെ ഓരോരുത്തരുടെയും ഓരോ ഏറിയയാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഏറിയ ഇത്രയും വിശേഷങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അദ്ദേഹം അവിടെ വന്നാൽ നിങ്ങൾ എവിടെയൊക്കെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോയി കാണിക്കുക? ആദ്യം തന്നെ കബനി നദി കാണിക്കാൻ കൊണ്ടുപോകും. ഗുഡ്. പിന്നെ എടക്കൽ കേവ്, അമ്പലവയൽ ഫാമിൽ കൊണ്ടുപോകും. പിന്നെന്താ മുത്തങ്ങ വനം, പിന്നെന്താ പൂക്കോട് തടാകം, വെറ്റിനറി കോളേജ്, സ്വാമിനാഥ ഫൗണ്ടേഷൻ കൽപ്പറ്റ. അല്ല, അദ്ദേഹം ഒരു സാമൂഹ്യ നിരീക്ഷകനല്ലേ? എന്നിട്ട് നിങ്ങളെന്താണ് അദ്ദേഹത്തെ ആദിവാസി കോളനിയിൽ കൊണ്ടുപോകാതെ തിരിച്ചു അയച്ചത്? ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഒട്ടേറെ ആദിവാസി അല്ല, ചോദിക്കാനും പറയാനും ആളില്ലാതെ വിചാരിച്ചോ? അതുകൊണ്ടല്ല സാർ, എന്തായിരുന്നു കാരണം അദ്ദേഹത്തെ തിരിച്ചയക്കാൻ ആദിവാസി കോളനി? ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഒട്ടേറെ ആദിവാസി കുട്ടിയുണ്ട്. അവരോട് ഇടപഴകുമ്പോൾ തന്നെ ആദിവാസി സംസ്കാരം സാറിന് മനസ്സിലാവും. ഓ, അത് കഴിഞ്ഞു അല്ലേ? കോളനി കാണിച്ചിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ. മിടുക്കി. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നല്ല റിസൾട്ടാണ്, 89% 99% ആണോ? 99%. ആ തോറ്റ കുട്ടി ആദിവാസി കുട്ടിയായിരുന്നോ? അല്ലല്ല. അത് ശരി. എല്ലാത്തിനും A+ കിട്ടി എത്ര പേരുണ്ട്? കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം 11 കുട്ടികൾക്ക് A+ ഉണ്ടായിരുന്നു. അതിലെത്ര SC/ST കുട്ടികളുണ്ടായിരുന്നു? SC/ST ആരും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഈ കഴിഞ്ഞ 13 വർഷമായിട്ട് ബാലശാസ്ത്ര കോൺഗ്രസ് ഡൽഹിയിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട്. അതിൽ ഏതെങ്കിലും SC/ST കുട്ടിയുണ്ടായിരുന്നോ? പഠനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ അവതരിപ്പിക്കാൻ പോകുന്നത് ആയിരുന്നില്ല. ഇന്ന് വന്നതിൽ ആരെങ്കിലും SC/ST കുട്ടികളുണ്ടോ? ഇല്ല. നിങ്ങളുടെ IT ക്ലബിൽ എത്ര അംഗങ്ങളുണ്ട്? സ്കൂളിലെ 95% അംഗങ്ങളും IT ക്ലബിൽ 95% അതിനകത്തുണ്ട്. പക്ഷേ നിങ്ങളുടെ സ്കൂളിലെ അംഗസംഖ്യയിൽ എത്ര ശതമാനമാണ് SC/ST കുട്ടികളെന്ന് ഒറ്റ ശ്വാസത്തിൽ പറയാം? ഏകദേശം 5-1, 4-1, 11, 13, 22% SC/ST ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഈ മേഖലകളിലെല്ലാം ദൃശ്യരാകേണ്ടതാണ് അല്ലേ? എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല എന്ന് ആലോചിക്കുന്നുണ്ടോ? അവരുടെ സാമ്പത്തിക നില പ്രധാനപ്പെട്ട കാരണമാണ്. സാമ്പത്തികം മാത്രമല്ല എന്നാണ് നേരത്തെ പറഞ്ഞത് അല്ലേ? അവരുടെ സാംസ്കാരിക അതിൽ വ്യത്യസ്തതയുണ്ട്. നമ്മൾ പഠിപ്പിക്കുന്ന രീതി അല്ല അവർ പഠിക്കുന്ന രീതി. അപ്പോൾ അത് ആ വിടവ് അത് ബ്രിഡ്ജ് ചെയ്യേണ്ടതുണ്ടല്ലോ. അത് നമുക്ക് ആ വിടവ് മറികടന്നാലേ അവരെ മുഖ്യധാരാ സമൂഹത്തിൻ്റെ ഭാഗമാക്കാൻ പറ്റുള്ളൂ. അത് ആരുടെ ചുമതലയാണ്? ഞങ്ങളുടെ ആണല്ലോ. അല്ല, അവർ വേണമെങ്കിൽ പഠിച്ചോട്ടെ എന്ന് വെച്ചാൽ പോരാ അല്ലേ? അപ്പോൾ ആ മേഖലയിലേക്ക് നിങ്ങൾ കടന്നാൽ മാത്രമേ സ്കൂൾ സമൂഹത്തിൻ്റെ ഭാഗമാവുള്ളൂ. അല്ലെങ്കിൽ സമൂഹത്തിൽ ഇപ്പോൾ തന്നെ മുൻനിരയിലുള്ളവർക്ക് കുറേ കൂടി മുമ്പോട്ട് പോകാൻ ഉള്ള ഒരു ഉപകരണമായി സ്കൂൾ മാറും. അത് സംഭവിച്ചാൽ എന്തെല്ലാം ഉണ്ടാകും എന്നറിയാമല്ലോ. ഞങ്ങളുടെ സ്പോർട്സ് മേഖലയിൽ കൂടുതലും പങ്കെടുക്കുന്നത് SC/ST കുട്ടികളാണ്. ആയിക്കോട്ടെ, അതും അവർക്കായിട്ട് സംവരണം ചെയ്ത മേഖലയാകരുത് അല്ലേ? അതിലവർക്ക് സ്വാഭാവികമായി കഴിവുണ്ടെങ്കിൽ അത് മുമ്പോട്ട് വരും. പക്ഷെ ബാക്കിയുള്ളവർ അവിടെ അപ്പം ഞങ്ങൾക്ക് അവർക്ക് മാത്രമേ ഉള്ള സ്പോർട്സ് എന്ന് നമുക്ക് തോന്നും. അപ്പം നമ്മളും അതിനകത്ത് പങ്കെടുക്കും. അങ്ങനെ എല്ലാ മേഖലയിലും എല്ലാവരും കുറേ വ്യത്യാസങ്ങളൊക്കെ വരും. പക്ഷെ അത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിഫറൻസേ ആകാവൂ. അല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ സമൂഹം സ്കൂളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ധർമ്മം നിർവഹിക്കപ്പെടും. അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഈ ഉള്ളിലുള്ള കേടുകൾ കൂടുതൽ പർവ്വതീകരിക്കുന്ന ഒരു പ്രക്രിയയായി വിദ്യാഭ്യാസം മാറും. അത് ഓർമ്മ വേണം. ബിബിനല്ലേ പ്രബന്ധം അവതരിപ്പിച്ചത് അല്ലേ? എന്തായിരുന്നു? കബനിയുടെ ആത്മാവ് തേടി. അത് തന്നെയാണ്. എവിടെയായിരുന്നു അത്? ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിൽ
വയനാട് ജില്ലയിൽ അവതരിപ്പിക്കുകയും അത് സംസ്ഥാനത്തേക്ക് സെലക്ട് ചെയ്യുകയും ചെയ്തു. നിങ്ങളുടെ കുട്ടികളുടെ സാഹിത്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ സർഗാത്മക പ്രവർത്തനങ്ങൾ അത് അവതരിപ്പിക്കുവാനും അതിന് ഒരു പ്രോത്സാഹനം കൊടുക്കുവാനും തരത്തിലുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടക്കുന്നത്? കോർപ്പറേറ്റിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ വിദ്യാലയത്തിൽ വസന്തോത്സവം എന്ന പരിപാടി നടത്തുകയുണ്ടായി. അതായത് ഒരു ദിവസം മുഴുവൻ എല്ലാ കുട്ടികളുടെയും സർഗാത്മകമായ കഴിവുകൾ വികസിപ്പിക്കാനുള്ള ഒരു ദിവസമായി ഞങ്ങൾ നടത്തുകയുണ്ടായി. 9 ഇനങ്ങൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് വർദ്ധിപ്പിക്കാൻ അതിൽ എല്ലാ കുട്ടികളും പങ്കുകാരാവുകയും അവരുടേതായ കഴിവുകൾക്കനുസരിച്ച് അവർക്ക്. അതിൽ ഈ ആദിവാസി മേഖലയിലെ കുട്ടികളുടെയൊക്കെ പങ്കാളിത്തം ഉണ്ടാവാറുണ്ടോ? തീർച്ചയായും ഉണ്ട്. എല്ലാ കുട്ടികളെയും ഞങ്ങൾ പങ്കെടുപ്പിക്കുന്നുണ്ട്. ഒരു പ്രത്യേക കാർഡ് തയ്യാറാക്കി അതിൽ 9 കളങ്ങളിട്ട്. അവർ സ്വയം താല്പര്യത്തോടെ പങ്കെടുക്കുന്നോ അതോ നിങ്ങൾക്ക് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു? അല്ലല്ല, താല്പര്യത്തോടെ തന്നെയാണ് അവർ പങ്കെടുക്കുന്നത്. ആ പരിപാടിയുടെ വിജയം തന്നെ അതിനെ സൂചിപ്പിക്കുന്നു. കുട്ടികൾക്ക് പരിപാടി മിക്കവാറും എല്ലാ ദിവസവും തന്നെ വേണമെന്ന താല്പര്യം കുറച്ചുപേര് പ്രകടിപ്പിച്ചു. അപ്പോൾ അവരെ കൂടി നേരത്തെ എന്താ മോള് പറഞ്ഞതുപോലെ അവരിലേക്ക് നമ്മുടെ സംസ്കാരവും പുതിയ രീതിയൊക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു തോന്നൽ അവിടെ അവർക്കുണ്ടാവാറുണ്ടോ? സർഗാത്മക പ്രവർത്തനത്തിന് അതൊരു തടസ്സമായിട്ടുണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ടോ? ഇല്ലില്ല, അവരോട് ചോദിക്കാൻ നിർത്തിയില്ല. കാരണം ഇവിടെ വന്നിരിക്കുന്നതിൽ ആദിവാസി മേഖലയിൽ നിന്നുള്ള കുട്ടികളില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവരോട് ചോദിച്ചറിയാൻ വയ്യ. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുകയേ നിവൃത്തിയുള്ളൂ അല്ലേ? വ്യത്യസ്തമായിട്ടുള്ള 2 ക്ലബിൻ്റെ പ്രവർത്തനം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഒന്ന് ഹണി ക്ലബ്ബ്, മറ്റൊന്ന് രാഷ്ട്രഭാഷാ ക്ലബ്ബ്. വളരെ അപൂർവമായിട്ടാണ് എൻ്റെ ശ്രദ്ധയിൽ അങ്ങനത്തെ ഒരു ക്ലബിൻ്റെ പ്രവർത്തനം വന്നത്. രാഷ്ട്രഭാഷ ഹിന്ദി ദിനം നിങ്ങൾ ആചരിച്ചോ? ഏത് രീതിയിലായിരുന്നു? ആരാണ് ഹിന്ദി ക്ലബിലെ അംഗങ്ങളുണ്ടോ അവിടെ? हम सितंबर 14 हिंदी दिन के रूप में मनाया. जरूर कहिए, आप कहिए. बीआरसी का उन्नीकृष्ण मास्टर हमको हिंदी दिन संदेश पेश किया. विद्यार्थी संगोष्ठी, निबंध. बहुत अच्छा, शुक्रिया. പിന്നെ ഞങ്ങൾക്ക് ഒരു വാക്കും കൂടി അറിയാം, ശ്രുതഹർദ് എന്ന. ഇനി നിർമ്മല ഹൈസ്കൂളിലെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. നിർമ്മല ഹൈസ്കൂളിന് ജൂറി നൽകിയിരിക്കുന്ന ടോട്ടൽ സ്കോർ 92.2 ഔട്ട് ഓഫ് 100.